ഗോവിന്ദസ്വാമിയുടെ റിമാൻഡ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ജയിൽ ചാട്ടത്തിന് ശേഷം തമിഴ്നാട്ടിലേക്ക് കടക്കാനായിരുന്നു ഗോവിന്ദസ്വാമിയുടെ പദ്ധതി എന്നാണ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി തെറ്റിയതിനാൽ എത്താനായില്ല. സഹതടവുകാരനോട് ജയിൽ ചാട്ടത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ജയിൽ ചാട്ടത്തിന് 6 മാസം മാത്രമേ ശിക്ഷയുള്ളൂ എന്ന് സഹതടവുകാരൻ ഇയാളോട് പറഞ്ഞു. അരം ഉപയോഗിച്ചാണ് അഴിമുറിക്കാനുള്ള ബ്ലേഡ് ഉണ്ടാക്കിയത്. അതായത് കത്തിക്കൊക്കെ മൂർച്ച കൂട്ടുന്ന അരമുണ്ടല്ലോ, ആ അരം ഉപയോഗിച്ചാണ് അഴിമുറിക്കാനുള്ള ബ്ലേഡ് ഉണ്ടാക്കിയതെന്നാണ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. റിമാൻഡ് റിപ്പോർട്ടിന്റെ വിവരങ്ങളുമായി എം സന്തോഷ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. സന്തോഷ്, ഒരു പകലും നീണ്ട വലിയ ഒരു വാർത്താ ദൗത്യത്തിന്റെ പുറകിലായിരുന്നു ഇന്നലെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇന്ന് രാവിലെ വീണ്ടും നമ്മളോടൊപ്പം ചേരുകയാണ്. സന്തോഷ്, ഗുഡ് മോർണിംഗ്. ഒരു പകല് മുഴുവൻ നീണ്ട വലിയൊരു വാർത്താ ദൗത്യമായിരുന്നു സന്തോഷും സംഘവും, സന്തോഷും അനിൽ കല്യാശ്ശേരിയും ഇന്നലെ നടത്തിയത്. ആ വാർത്തയുടെ ഓരോ മിനിറ്റുകളും കേരളം അറിഞ്ഞത് ഇന്നലെ ഏറ്റവും കൂടുതൽ സന്തോഷത്തിലൂടെയായിരുന്നു. സ്നേഹമുണ്ട് സന്തോഷം നമ്മുടെ ആ വാർത്താ മികവ് ഇന്നലെ ഇങ്ങനെ കാണിച്ചതിന്. ഒപ്പം തന്നെ ഇന്നിപ്പോൾ റിമാൻഡ് റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് വ്യക്തമാക്കുന്നത് എന്തായിരുന്നു? എന്താണ് ഗോവിന്ദസ്വാമിയുടെ പ്ലാൻ എന്നാണ് പോലീസ് പറയുന്നത്? മനു, ഇന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ അതുതന്നെയാണ്. ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇന്നലെ ചോദ്യം ചെയ്യലിൽ ശേഖരിച്ച വിവരങ്ങൾ ഉൾപ്പെടെ റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയാണ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. അതിലെ ചില നിർണായക വിവരങ്ങളാണ് കൈരളി ന്യൂസിന് ലഭിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ജയിൽ ചാട്ടത്തിനുള്ള പദ്ധതി തയ്യാറാക്കി, നേരത്തെ തന്നെ പദ്ധതി തയ്യാറാക്കി അതിനുള്ള ആസൂത്രണം നടത്തിയിരുന്നു എന്നുള്ള കാര്യം എടുത്തു പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെയാണ് ഈ ഭാവി പദ്ധതി എന്നുള്ള രീതിയിൽ ഈ ജയിൽ ചാട്ടം നടത്തിയതിന് ശേഷം തമിഴ്നാട്ടിലേക്ക് പോയി അവിടെ ജീവിക്കാനായിരുന്നു ഗോവിന്ദസ്വാമി പദ്ധതി ഇട്ടിരുന്നത് എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ കൃത്യമായി നടത്തി. പക്ഷേ ഗോവിന്ദസ്വാമിക്ക് ഇവിടെ പറ്റിയ ഒരു പാളിച്ച, ഈ ജയിൽ ചാട്ടിയതിന് ശേഷം റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി തെറ്റി. ഏതാണ് വഴി എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. 2 പേരോട് വഴി ചോദിച്ച് അവിടെ നിന്ന് നടന്ന് നീങ്ങി. അപ്പോഴേക്കും നേരം വെളുത്തു. നേരം വെളുത്തപ്പോഴേക്കും ചിലർ തിരിച്ചറിയുകയും അങ്ങനെ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു എന്നാണ് ഗോവിന്ദസ്വാമി പറഞ്ഞിട്ടുള്ളത്. പിടിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലെത്തി തമിഴ്നാട്ടിലേക്ക് കടക്കുകയായിരുന്നു ലക്ഷ്യം എന്നുള്ളതാണ്, അവിടെ ഒളിവിൽ കഴിയുകയായിരുന്നു ലക്ഷ്യം എന്നുള്ളതാണ് ഗോവിന്ദസ്വാമി വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. അതോടൊപ്പം തന്നെ ഒരു സഹതടവുകാരനോട് ഈ ജയിൽ ചാട്ടത്തെക്കുറിച്ച് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അന്ന് ഈ സഹതടവുകാരൻ പറഞ്ഞത് ജയിൽ ചാട്ടം വലിയ കുറ്റമൊന്നുമല്ല, ഏതായാലും ജയിലിൽ നിന്നും ഇനി ഇറങ്ങാൻ കഴിയില്ല, ജയിൽ ചാട്ടത്തിന് പിടിക്കപ്പെട്ടാലും 6 മാസം അധിക തടവ് ലഭിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഈ ജയിൽ ചാട്ടത്തിന് തയ്യാറായത്. ഇനി ഒരിക്കലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ജയിൽ ചാട്ടത്തിന് തയ്യാറെടുത്തത് എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ 10ാം നമ്പർ ജയിലിനകത്തെ ഒരു ജയിലാണ് 10ാം നമ്പർ ബ്ലോക്ക് എന്ന് പറയുന്നത്. അതിന് പ്രത്യേക മതിൽ കൂടിയുണ്ട്. ആ മതിൽ ചാടിക്കടന്നപ്പോൾ പിന്നീട് വലിയ മതിൽ ചാടണോ വേണ്ടയോ അല്ലെങ്കിൽ തിരിച്ചു പോയാലോ എന്നുള്ള ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ഏതായാലും അതിനുശേഷം പിന്നീടും ജയിൽ ചാടാൻ തയ്യാറെടുക്കുകയായിരുന്നു. ജയിൽ ചാടിയതിന് ശേഷം വസ്ത്രം മാറിയാണ് അവിടെ നിന്നും നടന്ന് നീങ്ങിയത് എന്നും പറയുന്നുണ്ട്. ഈ വഴി ചോദിച്ച ഒരാളോട്, ഒരു ഇരുചക്ര വാഹനത്തിലുള്ള ആളോട് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി ചോദിച്ചപ്പോൾ അയാൾ സംശയം പ്രകടിപ്പിക്കുന്നത് കണ്ടപ്പോഴാണ് അവിടെ ഒളിക്കാൻ തീരുമാനിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഗോവിന്ദസ്വാമി പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. ആ കാര്യങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ പോലീസ് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ ഉള്ളത്. അതോടൊപ്പം തന്നെയാണ് ഈ ആയുധം, അതായത് ഇത് അഴിമുറിക്കാനായി ഉപയോഗിച്ച ആയുധം ഒരു ഇരുമ്പ് ദണ്ട്, അതിൽ അരം ഉപയോഗിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു സാധനം, ബ്ലേഡ് തയ്യാറാക്കിയത് എന്നാണ് ഗോവിന്ദസ്വാമി പറഞ്ഞിട്ടുള്ളത്. അതുപയോഗിച്ച് ദിവസങ്ങളെടുത്താണ് ഈ അഴി മുറിക്കാൻ സാധിച്ചത്. അതിനുശേഷം അഴി മുറിച്ചത് ഉടൻ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ തേടുകയായിരുന്നു, മറ്റ് മാർഗങ്ങൾ തേടുകയായിരുന്നു. ഏതായാലും ഇതിനാവശ്യമായിട്ടുള്ള തുണികളും മറ്റു കാര്യങ്ങളുമെല്ലാം നേരത്തെ ശേഖരിച്ച് വച്ചിട്ടുണ്ടായിരുന്നു എന്നും ഗോവിന്ദസ്വാമി പറഞ്ഞിട്ടുണ്ട്. അതായത് വളരെ ആസൂത്രിതമായി തന്നെ ജയിൽ ചാടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ അതിനാവശ്യമായിട്ടുള്ള സാമഗ്രികളും എല്ലാം സമാഹരിച്ചു വെച്ച് വളരെ നേരത്തെ നടത്തിയിട്ടുള്ള തയ്യാറെടുപ്പുകൾക്കോടുകൂടിയാണ് ജയിൽ ചാടിയത് എന്നുള്ളത് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മനു, തീർച്ചയായും ഇവിടെ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗോവിന്ദസ്വാമിക്ക് പുറത്തുനിന്ന് സഹായമൊന്നും ലഭിച്ചിട്ടില്ല. കാരണം പുറത്തുനിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇയാൾക്ക് വഴിതെറ്റി അലയേണ്ടി വരില്ലായിരുന്നു, അവിടെ ഒളിക്കേണ്ടി വരില്ലായിരുന്നു. ജയിൽ ചാടിയ നിമിഷം തന്നെ ഇയാളെ സഹായിച്ച ആളുകൾ കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു. അത് വ്യക്തമാണല്ലേ സന്തോഷ്? ഈ പോലീസും അത് തന്നെയാണ് പറയുന്നത്. ഗോവിന്ദസ്വാമിയുടെ ഈ ചോദ്യം ചെയ്യലിലും പുറമേ നിന്നും സഹായം ലഭിച്ചതായി ഗോവിന്ദസ്വാമി പറഞ്ഞിട്ടില്ല. ഒറ്റക്കാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് എന്നാണ് പറഞ്ഞത്. മാത്രമല്ല പോലീസ് നടത്തിയിട്ടുള്ള അന്വേഷണത്തിനും ഈ പുറമേ നിന്നും സഹായം ലഭിച്ചതിൻ്റെ ഒരു സൂചനയും പോലീസിന് ലഭിക്കുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിലവിൽ ഗോവിന്ദസ്വാമി ഒറ്റക്കാണ് ഈ സഹായം ഈ ഒരു കൃത്യം ചെയ്തത് എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇനി ജയിലിനകത്ത് നിന്നും സഹതടവുകാരുടെ ഉൾപ്പെടെ ഏതെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നാണ് പോലീസ് കൂടുതലായും അന്വേഷിക്കുന്നത്.
അത് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി തന്നെ ഇവരെ ഉൾപ്പെടെ കൂടുതൽ ചോദ്യം ചെയ്യുക ഉൾപ്പെടെ ആവശ്യമായിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ അതിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. ഒരുപക്ഷെ നമ്മൾ മലയാളികൾ സംശയിക്കുന്നത് പോലെ ഈ ഒരു കൈ മാത്രമുള്ള ഗോവിന്ദച്ചാമിക്ക് എങ്ങനെ ഈ മതിൽ ചാടി കടക്കാൻ കടഞ്ഞു എന്നതെല്ലാമുള്ള ചോദ്യമുണ്ട്. പക്ഷേ നേരത്തെ തന്നെ ഗോവിന്ദച്ചാമി ഈ പറയുന്ന ശാരീരിക ഈ പ്രയാസങ്ങളെല്ലാം വച്ചുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ശാരീരികമായിട്ടുള്ള ഒരു പ്രത്യേക കരുത്ത് ആർജിച്ചിട്ടുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. അതിനുശേഷം ഈ ജയിൽ ചാട്ടത്തിന് ശേഷമാണല്ലോ അവിടെ വീട്ടിലൊളിക്കുന്നതും ആ കിണറിലേക്ക് ഇറങ്ങുന്നതും. അതും ഇതേ രീതിയിൽ തന്നെയാണ്, സാഹസികമായാണ് കിണറിലേക്ക് ഇറങ്ങുന്നത്, ആരുടെയും സഹായമില്ലാതെയാണ് ഇറങ്ങുന്നത്. അങ്ങനെ അത്തരത്തിലുള്ള ചില വൈദഗ്ധ്യങ്ങൾ ഇയാൾക്കുണ്ടായിരുന്നു, കൂർമ്മബുദ്ധി ഉണ്ടായിരുന്നു. വളരെ കൂർമ്മബുദ്ധി ഉപയോഗിച്ചാണ് കാര്യങ്ങൾ ചെയ്തിരുന്നത്. പ്രത്യേകിച്ചുള്ള ഒരു ശാരീരിക ശേഷി ഗോവിന്ദച്ചാമിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതെല്ലാം തന്നെ പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഈ ഘട്ടത്തിൽ മാത്രമല്ല, നേരത്തെ സൗമ്യ വധക്കേസുണ്ടായ ഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു സംശയത്തിന് പിന്നിൽ ഒരുപക്ഷെ പൂർണ്ണമായും അത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പോലീസ് എന്തായാലും അന്വേഷണം നടത്തുക തന്നെയാണ്. പക്ഷേ ഗോവിന്ദച്ചാമിക്ക് തനിയെ അത് സാധിക്കും എന്നുള്ളത് തന്നെയാണ് മുൻകാല അനുഭവങ്ങൾ വെച്ചും അല്ലെങ്കിൽ ഗോവിന്ദച്ചാമിയുടെ ഹിസ്റ്ററി പരിശോധിച്ചാലും മനസ്സിലാകുന്ന കാര്യം. മനു, തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ് സന്തോഷം. ഞാനും അത് ആ രീതിയിൽ തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇയാൾ അതിനുള്ള പരിശീലനമൊക്കെ നേടിയ ഒരാളാണ്. ഈ ഒറ്റക്കൈനാണെങ്കിലും സ്വാധീനമില്ലെങ്കിൽ പോലും ഈ പറയുന്ന എല്ലാത്തരം തോന്നിവാസങ്ങളും ചെയ്യാനുള്ള പരിശീലനം, വൈദഗ്ധ്യം ഇയാൾക്കുണ്ട്. അതിന് അയാൾ മിടുക്കനുമാണ്. അതുകൊണ്ട് തന്നെ ജയിൽ ചാടിയതിൽ അത്ഭുതപ്പെടാനില്ല. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇത്രയും സുരക്ഷാ ഉദ്യോഗസ്ഥരുള്ള ഇടമാണ്, അവരെന്തു ചെയ്യുകയായിരുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമില്ലേ? കാരണം നമുക്കറിയാമല്ലോ, അതീവ സുരക്ഷാ ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ ഓരോ മണിക്കൂറിലും എത്രയോ വട്ടം ഇങ്ങനെ റോന്തു ചുറ്റി കടന്നു പോകും. അതവിടെ നടന്നിട്ടില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ ഇയാൾ സെല്ലിലില്ലാത്ത നിമിഷം തന്നെ തിരിച്ചറിയപ്പെടേണ്ടതായിരുന്നില്ലേ? അപ്പോൾ അങ്ങനെയുള്ള വീഴ്ചകൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വന്നതാണ്. അതിലൊരു നടപടി അതെങ്ങനെ പോകുന്നു എന്നാണ് നമുക്കറിയേണ്ടത്. അതായത് അതിൽ കൃത്യമായും ഈ ഉദ്യോഗസ്ഥർക്ക് സുരക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്ന ജീവനക്കാർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തുകയും നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ജയിലിൽ കൃത്യമായിട്ടുള്ള അന്വേഷണത്തിന്, സമഗ്രമായിട്ടുള്ള അന്വേഷണത്തിന് വകുപ്പ് ഉത്തരവിട്ടിട്ടുണ്ട്. ജയിൽ DGP തന്നെ ഇന്നലെ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. DGP തന്നെ അതിന് മേൽനോട്ടം വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അത്തരത്തിലുള്ള അന്വേഷണം ജയിലിനകത്ത് നടക്കുന്നുണ്ട്. ഇത് ഈ അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ജീവനക്കാരുടെ വീഴ്ച മാത്രമല്ല പരിശോധിക്കുന്നത്. കാരണം ഈ ജയിൽ ചാട്ടത്തിന് വളരെ കാലങ്ങളുടെ മുന്നൊരുക്കമുണ്ട്. ഈ പറയുന്ന സാധന സാമഗ്രികൾ ശേഖരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം ഈ ജയിൽ ജീവനക്കാർക്കെതിരെ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാകുന്നത്. കാരണം അത്തരത്തിലുള്ള ഒരു കൃത്യമായിട്ടുള്ള വീഴ്ച ജയിൽ ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഗോവിന്ദച്ചാമിക്ക് ജയിൽ ചാടാൻ കഴിയില്ല. 10ാം നമ്പർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഓരോ നിമിഷവും ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ അത്രയും അധികം സുരക്ഷ ആവശ്യമുള്ള ബ്ലോക്കാണ്. അവിടെ കൊടും കുറ്റവാളികളെ താമസിപ്പിക്കുന്ന സ്ഥലമാണ്. ജയിലിനുള്ളിലെ ജയിൽ എന്നാണ് അത് അറിയപ്പെടുന്നത് തന്നെ. അത്രയും അധികം സുരക്ഷാ സംവിധാനങ്ങളുള്ള ഈ 10ാം നമ്പർ ബ്ലോക്കിൽ നിന്നും ഇത്രയും സമയമെടുത്ത് സാധന സാമഗ്രികൾ സജ്ജീകരിച്ച് ഒരു ജയിൽ ചാട്ടം നടത്തിയത് തീർച്ചയായും ജീവനക്കാരുടെ ഭാഗത്തു നിന്നെല്ലാം വീഴ്ചയായിട്ടുണ്ട് എന്നുള്ളത് തന്നെ പ്രാഥമികമായി തന്നെ ജയിൽ വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ രീതിയിലുള്ള അന്വേഷണം കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ അതിൽ കൃത്യമായ കൂടുതൽ നടപടികൾ ഉണ്ടാകും എന്നുള്ളത് കൂടിയാണ് മനസ്സിലാകുന്നത്. അതിൻ്റെ മറ്റൊരു കാര്യം, ഈ ജയിൽ വകുപ്പ് ഗോവിന്ദച്ചാമിയെ ജയിൽ മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. കണ്ണൂർ ജയിലിൽ നിന്നും വിയൂർ ജയിലിലേക്ക് മാറ്റാനുള്ള തീരുമാനം ഇന്നലെ തന്നെ എടുത്തിരുന്നു. പക്ഷേ അതിൻ്റെ നടപടിക്രമങ്ങൾ അതിൻ്റെ കൃത്യമായ ഉത്തരവ് കണ്ണൂർ ജയിലിലേക്ക് എത്തി. അവിടെ നിന്നും വിടുതൽ നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം വിയൂർ ജയിലിലേക്ക് മാറ്റും. ഒരുപക്ഷെ ഇന്ന് തന്നെ ഗോവിന്ദച്ചാമിയെ വിയൂരിലേക്ക് മാറ്റും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിൻ്റെ നടപടിക്രമങ്ങൾ രാവിലെ തന്നെ ജയിലിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. മനു, ഏതായാലും ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കണ്ണൂർ ജയിലിന്റെ സുരക്ഷ കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ടോ? അതിനെക്കുറിച്ച് കൂടി, ഇപ്പോൾ അവിടുത്തെ ഇലക്ട്രിക് ഫെൻസിംഗ് ഒക്കെ കേടായി കിടക്കുകയാണല്ലോ, അതടക്കം നന്നാക്കാനുള്ള നടപടികളിലേക്കൊക്കെ കടക്കുന്നുണ്ടോ? സന്തോഷം. തീർച്ചയായും ഇന്നലെ ഈ സംഭവത്തിന് പിന്നാലെ തന്നെ ജയിലിൽ ഉന്നതതല യോഗം, DGPയും ജയിലിൽ ഉണ്ടായിരുന്നു. പ്രത്യേക സുരക്ഷ പരിശോധിക്കുന്നതിനായിട്ടുള്ള ഉന്നതതല യോഗം ചേർന്നിരുന്നു. അതിൻ്റെ ഭാഗമായി നടപടികളും ഉണ്ടായി. എല്ലാ ജയിലിലെ സെല്ലുകളിലും ഇന്നലെ ജയിൽ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. അതോടൊപ്പം തന്നെ സുരക്ഷാ ഓഡിറ്റിങ്ങിൻ്റെ ഭാഗമായി മുഴുവൻ സ്ഥലങ്ങളിലും പരിശോധന നടത്തി, സെല്ലുകളിൽ പരിശോധന നടത്തി, ഈ തടവുകാരുടെ ദേഹപരിശോധന നടത്തി. അങ്ങനെ ആ രീതിയിൽ, അതോടൊപ്പം തന്നെ മനു സൂചിപ്പിച്ചതുപോലെ അവിടെ ഇലക്ട്രിക് ഫെൻസിംഗ് ഉള്ള ഒരു സ്ഥലമായിരുന്നു. അത്
കുറച്ച് നാളുകളായി അത് പ്രവർത്തിക്കുന്നില്ല. അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നേരത്തെ ആരംഭിച്ചതാണ്, പക്ഷേ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് പെട്ടെന്ന് പൂർത്തിയാക്കണം എന്നുള്ള തീരുമാനം ഇന്നലെ എടുത്തിട്ടുണ്ട്. അതിനിടയിൽ തന്നെ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു, ഈ ഇലക്ട്രിക് ഫെൻസിങ്ങിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് അത് വൈദ്യുതി അതിലൂടെ കടന്നു പോകുന്നില്ല എന്ന് തൊട്ടുനോക്കി ഉറപ്പാക്കി, അതായത് ഈ പകുതി ഇതിന് മുകളിൽ കയറിയതിന് ശേഷം അത് ഉറപ്പാക്കിയിട്ടുണ്ട് എന്നുകൂടി ഗോവിന്ദസ്വാമി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ നേരത്തെ വൈദ്യുതി ഇതിൽ പ്രവഹിക്കുന്നില്ല എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു, പക്ഷേ ആ സമയത്ത് ഇല്ല എന്ന് ഉറപ്പുവരുത്തിയെന്നാണ് ഗോവിന്ദസ്വാമി പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ ജയിൽ ചാട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ കണ്ണൂർ ജയിലിൽ ഇന്നലെ തന്നെ സുരക്ഷാ പരിശോധനകളും സുരക്ഷാ സംവിധാനങ്ങളും കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, കേരളത്തിലെ മറ്റ് ജയിലുകളിൽ ഇന്നലെ മുഖ്യമന്ത്രി ഇന്ന് യോഗം വിളിച്ചിട്ടുണ്ട് ജയിലുകളിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന്. ഏതായാലും സർക്കാർ അതീവ ഗൗരവമായി തന്നെയാണ് സർക്കാർ ഈ വിഷയത്തെ കാണുന്നത്. അതിൻ്റേതായിട്ടുള്ള വളരെ പെട്ടെന്നുള്ള നടപടികൾ ഇന്നലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർ നടപടികളും ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. മനു.